+1 കൊമേഴ്സ് സ്ട്രീം എടുത്തവർക്ക് എപ്പോഴും ഒരു പുതുമയുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ പറഞ്ഞ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്. അക്കൗണ്ടൻസി മാത്രമല്ല, നമുക്ക് എക്കണോമിക്സും ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന 2 സബ്ജക്റ്റും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ 10th വരെ ഈ പറഞ്ഞ സബ്ജക്റ്റിനെ പറ്റിയൊന്നും കേട്ടിട്ടുമില്ല. നമ്മൾ പുതുമയോടെ കാണുന്ന 3 സബ്ജക്ട്സ് ആണ് അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് ബിസിനസ് സ്റ്റഡീസ്. അതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന പ്രോബ്ലം പേപ്പറിനെ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞ അക്കൗണ്ടൻസി എന്ന് പറയുന്ന പേപ്പർ. ഓക്കെ, നല്ല രസമുള്ളൊരു പേപ്പറാണ്. കണക്കും കാര്യങ്ങളുമായിട്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നൊരു പേപ്പറാണ്. പക്ഷെ എന്താണ്, കുറച്ച് കണക്കായത് കൊണ്ട് തന്നെ എന്താണ് അതിന്റെ കുറച്ച് ടഫ്നെസ്സും പിന്നെ കുറച്ച് ലോജിക്കൽ റീസണിങ്ങും വരുന്ന ഒരു പേപ്പറാണ് ഈ പറഞ്ഞ അക്കൗണ്ടൻസി എന്ന് പറയുന്ന പേപ്പർ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ +1 അക്കൗണ്ടൻസിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് +1 അക്കൗണ്ടൻസിയിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? നമുക്ക് ആ സിലബസ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. സിലബസിലേക്ക് നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ഏതൊരു വിഷയം പഠിക്കുമ്പോഴും നമുക്ക് ആദ്യം അറിയേണ്ടത് ആ പറഞ്ഞ സബ്ജക്റ്റ് എന്താണ്. കൃത്യമായിട്ട് നമുക്ക് ആ സബ്ജക്റ്റിനെ പറ്റിയ ഒരു നോളേജ് വേണം. ആ സബ്ജക്റ്റ് എന്താണെന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ആദ്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ. അതിനു മുന്നേ ഈ പറയുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൃത്യമായി ഈ പറയുന്ന കണക്കും കാര്യങ്ങളും, സ്ഥാപനത്തിന്റെ കണക്കും കാര്യങ്ങളെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുക. അതാണ് ഇപ്പൊ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ പറയുന്ന ചാപ്റ്ററിൽ, ഏത് ചാപ്റ്ററിൽ? ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്കറിയേണ്ടത് എന്താണ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു സ്ഥാപനത്തിലെ ഈ പറയുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാകുമ്പോ എന്താണ്, ഒരുപാട് കച്ചവടം കാര്യങ്ങളും ട്രാൻസാക്ഷൻസ് ഒക്കെ കാണും. അതിനെയൊക്കെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് സമ്മറൈസ് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് എന്ന്. അപ്പൊ അതിനൊരു മീനിങ് ഉണ്ട്. അക്കൗണ്ടിങ് ഇന്നതാണ് എന്ന് പറയുന്നൊരു മീനിങ് ഉണ്ട്. അക്കൗണ്ടിങ്ങിന് ഡെഫിനിഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ, എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഡെഫിനിഷനാണ്. പിന്നെ അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. അക്കൗണ്ടിങ് ഇന്ന സവിശേഷതകളുണ്ട്. ഓക്കെ, ദെൻ നീഡ് ഫോർ അക്കൗണ്ട്, എന്തിനാണ് അക്കൗണ്ട് ചെയ്യുന്നത്? എന്തിനാണ് ഈ പറയുന്ന ഒരു സ്ഥാപനം ട്രാൻസാക്ഷൻസ് എല്ലാം കൃത്യമായി അക്കൗണ്ട് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നത്? ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടിങ് എന്ന പദം കേൾക്കുന്നതിന് മുന്നേ നമ്മൾ കേൾക്കുന്ന ഒരു പദമായിരിക്കും ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു പദം. ബുക്ക് കീപ്പിംഗ് മീൻസ് സിംപിളി റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ഓഫ് എ കൺസേൺ. ഒരു സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻ സിംപിളി റെക്കോർഡ് ചെയ്യുന്നതിനെ ബുക്ക് കീപ്പിംഗ് എന്ന പേരിട്ട് വിളിക്കും. ഓക്കെ, ബുക്ക് കീപ്പിംഗിന്റെ ഒരു മാരക വെർഷനാണ് ഏത്? അക്കൗണ്ടിങ് എന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ റെക്കോർഡിംഗ് മാത്രമല്ല, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ കടന്ന് നമ്മൾ എന്ത് ചെയ്തെടുക്കും? ഓക്കെ, ഈ സ്ഥാപനത്തിന് ഇന്ന ലാഭമാണ് അല്ലെങ്കിൽ ഇന്ന നഷ്ടമാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയയിൽ പറയുന്നത്. ദെൻ ഇന്ന് അക്കൗണ്ടിങ് നൗഎഡേയ്സ്, ഇന്ന് അക്കൗണ്ടിങ് എങ്ങനെയാണ്? അപ്പൊ നമുക്കൊരു കാര്യം നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ടിങ്, മാനുവൽ അക്കൗണ്ടിങ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ +1 കോമേഴ്സിലും അല്ല +1 അക്കൗണ്ടൻസിലും +2 അക്കൗണ്ടൻസി നമ്മൾ പഠിക്കുന്നത് മാനുവൽ അക്കൗണ്ട്സ് ആണ് പഠിക്കുന്നത്. വി ആർ നോട്ട് ലേണിംഗ് വാട്ട്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നമുക്ക് സെക്കൻഡ് ഇയറിൽ കുറച്ച് പഠിക്കാനായിട്ടേ ഉള്ളൂ. അത് തിയറി ഏരിയ ആണ്. വി ആർ ലേണിംഗ് വാട്ട്? മാനുവൽ അക്കൗണ്ടിങ്. മാനുവൽ ആയിട്ട് ബുക്സിൽ കാര്യങ്ങളൊക്കെ എഴുതി ചിട്ടപ്പെടുത്തി വയ്ക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ഒരു സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, അക്കൗണ്ടിങ് നൗ ഡേയ്സ് എന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മുമ്പ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാര്യമല്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു അക്കൗണ്ടിങ്. മീൻസ് നമ്മൾ ഒരു അക്കൗണ്ടിങ് ഒരു പൂർണ്ണ രൂപത്തിൽ, മീൻസ് ബുക്ക് കീപ്പിംഗ് മാത്രമേ പണ്ട് നടന്നിരുന്നുള്ളൂ എന്ന് ചുരുക്കം. എന്ന് വെച്ചാൽ സിമ്പിളി റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. നമ്മൾ ഈ പറയുന്ന +1 ക്ലാസ്സസ് വരുമ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഓരോ പദങ്ങളെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്.
നമ്മൾ എന്താണ് സിലബസ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാണ് നമുക്ക് എന്താ കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ അക്കൗണ്ടിങ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറി. മാനുവൽ അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മാറി. നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട്. ഓക്കെ, ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. സോറി, അക്കൗണ്ടിങ് ഇക്വേഷൻ. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നതാണ് A=L+C ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ വേറെ പേര് പറയും ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന പേരിട്ടും വിളിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഓക്കെ, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിന്റെ കണക്കെടുക്കുമ്പോൾ ആ സ്ഥാപനത്തിലേക്ക് വരുന്ന അസറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലേക്ക് വരുന്ന സ്വത്ത്. ഞാൻ ഒരു സ്ഥാപനം തുടങ്ങി, ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു സ്ഥാപനം തുടങ്ങി. അപ്പൊ ഞാൻ ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് എനിക്ക് ആ സ്ഥാപനത്തിന് ആവശ്യമായിട്ട് എന്തൊക്കെ വേണ്ടി വരും? ഈ പറഞ്ഞ ഫർണിച്ചർ, മിഷനറി വേണ്ടി വരും, മിഷനറി വേണ്ടി വരും, എനിക്ക് ക്യാഷ് വേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ സ്വത്തുകൾ എന്ന് ഞാൻ പറയുന്നത്, എന്റെ അസറ്റ്സ് ആയിട്ട് ഞാൻ പറയുന്നത്. ഈ പറയുന്ന അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ചിലപ്പോൾ എന്തെടുക്കേണ്ടതായിട്ട് വരും? ഒരു ലോൺ എടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പൊ ഞാൻ എടുക്കുന്ന ലോണിനെ വിളിക്കുന്ന പേരാണ് ലയബിലിറ്റി എന്ന പേരിലുള്ള. എനിക്കതൊരു ബാധ്യതയാണ്, ഞാൻ നാളെ തിരിച്ചടയ്ക്കേണ്ട പൈസ. ദെൻ ഈ പറയുന്ന ഞാൻ കൊണ്ടുവന്ന പൈസയെ ഞാൻ മൂലധനം എന്ന പേരിട്ട് വിളിക്കും. ഞാൻ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഞാൻ ക്യാപിറ്റൽ എന്ന പേരിട്ട് വിളിക്കും. ചുരുക്കി പറഞ്ഞ ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന പൈസയും എന്റെ പൈസയും ചേർന്നാണ് ഞാൻ പറഞ്ഞ സ്ഥാപനത്തിലെ സ്വത്തുക്കൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ആ പറഞ്ഞ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ഓരോ ട്രാൻസാക്ഷൻസ് എന്നിട്ട് ഈ പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സസ് എടുക്കുമ്പോൾ വിശദമായിട്ട് അക്കൗണ്ടിങ് ഇക്വേഷനെ പറ്റി നമുക്ക് പഠിക്കാം. ദെൻ അക്കൗണ്ടിങ് ഇക്വേഷൻ വരെ എത്തി. അതിനു മുന്നേ നമുക്ക് ഈ പറഞ്ഞ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിനിടയിൽ തന്നെ നമ്മൾ ഒരു കാര്യം പഠിക്കും. ഹൂ ഇസ് ദ ഫാദർ ഓഫ് അക്കൗണ്ടിങ്? ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനായ ലൂക്കോ പാസിയോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. പുള്ളിയെ പറ്റിയും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. എന്നാണ് ഈ പറയുന്ന അക്കൗണ്ടിങ് വന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് സം ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്ങിന് കുറച്ച് ടേംസ് ഉണ്ട്. ഞാൻ നേരത്തെ കുറച്ച് ടേംസിന്റെ പേര് ഞാൻ പറഞ്ഞു. എന്താണ് അസറ്റ്? എന്റെ സ്വത്ത്. ലയബിലിറ്റി, ക്യാപിറ്റൽ, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസ് എന്താണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് കണക്കുകൾ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അതെന്താണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. അതോടൊപ്പം ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒരാളെ പറ്റിയിട്ട് പഠിക്കും. നമ്മൾ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ആരാണെന്ന് പഠിക്കും. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ആരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഈ പറയുന്ന സ്ഥാപനത്തിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം റെഡിയാക്കി വെക്കും. ഇത് ആർക്കോ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, ആർക്കൊക്കെയോ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അവരെയാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു കമ്പനിയിലെ അക്കൗണ്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ആ പറഞ്ഞ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിനെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഗവൺമെന്റിനെ കാണിക്കാൻ വേണ്ടിയാണ്, ഇത്ര ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ ആ പറഞ്ഞ കമ്പനി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഈ പറഞ്ഞ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്? അവരെ നമ്മൾ എക്സ്റ്റേണൽ യൂസേഴ്സ്, ഇന്റേണൽ യൂസേഴ്സ് എന്നൊക്കെ തരംതിരിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, ചുരുക്കി പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളൂ. ബട്ട് നമ്മൾ എന്താണ് പുതുമയേറിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മളെ കുറച്ച് ശ്രദ്ധയോടെ ഇരുന്ന് ഈ പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാം. ഓക്കെ, ചാപ്റ്റർ എടുക്കും. ഞാൻ ചാപ്റ്റർ എടുക്കാൻ നമുക്ക് കൃത്യമായിട്ട് ഓരോന്ന് എന്തൊക്കെയാണ് നമുക്ക് നോക്കി പോവാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ചാപ്റ്റർ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഒരു റഫ് ആൻഡ് ടഫ് ചാപ്റ്റർ ആണ് ഈ പറഞ്ഞ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മള് ഏതൊരു സബ്ജക്റ്റ് എടുത്താലും
ഇനി ഏതൊരു സബ്ജക്റ്റ് എടുത്താലും ആ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട് there will be a principle. ആ പറഞ്ഞ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാണും? കുറച്ച് പ്രിൻസിപ്പിൾസ് കാണും. ആ പറയുന്ന പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? ആ പറയുന്ന സബ്ജക്റ്റ് പഠിക്കേണ്ടതും അതുപോലെ തന്നെ ആ പറയുന്ന സബ്ജക്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ അക്കൗണ്ടിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്ന വിഷയം നമ്മൾ പഠിച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, മീൻസ് നമ്മൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, സമ്മറൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് നമ്മൾ പഠിക്കും. കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ ഇന്ന പ്രിൻസിപ്പിൾസിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പോളിസീസ് ടു ബി ഫോളോ, അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് എന്ന പേരിട്ട് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ അവിടെ വേറെ ഒന്ന് രണ്ട് പേര് പഠിക്കും. ഗ്യാപ്പിനെ പറ്റിയും പഠിക്കും. ഗ്യാപ്പ് മീൻസ് ഗ്യാപ്പ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എന്തിനാ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ വേറെ കാര്യം പഠിക്കും. എന്തിനു വേണ്ടിയാണ് ഈ പ്രിൻസിപ്പിൾ? വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പ്രിൻസിപ്പിൾ. എന്തിനു വേണ്ടിയാണ് പ്രിൻസിപ്പിൾ? വല്ല ആവശ്യമുണ്ടോ? ഓക്കെ, അതിന്റെ നീഡ്, ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അതോടൊപ്പം ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞ് എക്സാമിന് എല്ലാ വർഷവും ചോദിക്കും. ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അത് നമ്മൾ പഠിക്കും. ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ 3 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്. ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഇന്നതൊക്കെയാണ് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ഇന്ന കാര്യം കൊണ്ടാണ് ഇത് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആയിട്ട് മാറിയത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. അപ്പൊ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്തില്ല, പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ കുറച്ച് തിയറിയും കാര്യങ്ങളൊക്കെ പഠിക്കും. മീൻസ് യു ആർ ലേണിംഗ് വാട്ട്? പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്. ഇനി നമുക്ക് മുന്നോട്ട് അടുത്ത ചാപ്റ്ററിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ ഓക്കെ, നമ്മൾ 2 ചാപ്റ്റർ കഴിഞ്ഞു. സിലബസ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഫസ്റ്റ് ചാപ്റ്റർ, ദെൻ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. ഇനിയാണ് നമ്മൾ പ്രോബ്ലം ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ നേരത്തെ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പ്രോബ്ലം ആണ് ചെയ്തത്. ഓക്കെ, ഇനിയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് കുറച്ച് പ്രോബ്ലം ഒക്കെ ചെയ്ത് വലിയ പ്രശ്നമില്ലാതെ ബുദ്ധിമുട്ടില്ലാതൊക്കെ പോകും. ഈ പറയുന്ന ഏരിയ തൊട്ടാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഞാൻ ആദ്യമേ തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന സാധനം. കൃത്യമായിട്ട് കാര്യങ്ങൾ യുക്തിപരമായി ചിന്തിച്ച് ചെയ്യേണ്ട ചാപ്റ്റർ ആണ് ഇവിടെ തൊട്ട് തുടങ്ങുന്നത്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1. ഓക്കെ, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1. ഈ പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. കാരണം ഈ പറയുന്ന ചാപ്റ്ററിൽ അതിന്റെ ആപ്ലിക്കേഷൻ വരും. ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ആപ്ലിക്കേഷൻ വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾസിന്റെ ആപ്ലിക്കേഷൻ, പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് ഓരോ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അത് ഈ പറഞ്ഞ ഏരിയയിൽ വരും. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പോകുമ്പോൾ നമ്മൾ 3 റൂളിനെ പറ്റി പഠിക്കും, 3 റൂൾസിനെ പറ്റി പഠിക്കും, 3 അക്കൗണ്ട്സിനെ പറ്റി പഠിക്കും, 3 അക്കൗണ്ടിനെ പറ്റി പഠിക്കും. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ 3 അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിനെ പറ്റി പഠിക്കും. ആ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് 6 റൂളും ഉണ്ട്. ഓക്കെ, ആ റൂൾ എന്താണ് നമ്മൾ പഠിക്കും. ആ റൂളിനെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഈ പറയുന്ന റൂള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പറയുന്ന പ്ലസ് വൺ അക്കൗണ്ടൻസി ആയാലും, നിങ്ങൾ +2 അക്കൗണ്ടൻസി പോയാലും, നിങ്ങൾ അതിനുശേഷം ബികോമിന് പോയാലും, സിഇക്ക് പോയാലും, CMAക്ക് പോയാലും, MCOമിന് പോയാലും, ഏത് കോഴ്സിന് പോയാലും, നിങ്ങൾ നാളൊരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്താലും എങ്ങനെ ആയാലും നിങ്ങൾക്ക് ആവശ്യം വരുന്ന ബേസ് നോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തൊട്ടാണ്. മീൻസ് അക്കൗണ്ടിങ് ബേസിക്സ് സ്റ്റാർട്ട്സ് ഫ്രം ദ 3rd ചാപ്റ്റർ എന്നാണ് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, +1 അക്കൗണ്ടൻസി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പുറമേ നിന്ന് കാണുന്ന കണക്കൊന്നുമില്ല. +1 അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാണ് ബേസ്.
നിങ്ങൾ നാളൊരു സമയത്ത് ഒരു സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് പോയാലും +1 അക്കൗണ്ടൻസിയുടെ ബേസിക്സ് മാത്രമേ അവർ ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുള്ളൂ. വേറെ നിങ്ങളൊരു അക്കൗണ്ടന്റ് ഇന്റർവ്യൂ നിങ്ങൾ പോവുകയാണ്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം മിയർലി +1 അക്കൗണ്ടൻസി മാത്രമേ ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. ഓക്കെ, ബാക്കിയൊക്കെ ഈ പറയുന്ന ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് അത്രയ്ക്ക് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അക്കൗണ്ടൻസി, +1 അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഓക്കെ, +2 അക്കൗണ്ടൻസി നമുക്ക് കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. ഓക്കെ, പക്ഷെ നമുക്ക് +1 അക്കൗണ്ടൻസി നമുക്ക് ഒരു വിധത്തിൽ മാനേജ് ചെയ്ത് പോകാൻ പറ്റാത്തതാണ്. നമുക്ക് കൃത്യമായിട്ട് ഒരു അതർ ഹാൻഡ് സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ പോകണം. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ റൂൾസ് എന്താണ് നമ്മൾ പഠിക്കും. ഈ പറയുന്ന റൂൾസിന് ആപ്ലിക്കേഷൻ ഈ പറയുന്ന ഞാൻ പറഞ്ഞു എവിടെയൊക്കെ ആപ്ലിക്കേഷൻ വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടിങ്ങിനെ കൂടെ കൂട്ടുന്നെങ്കിൽ ജീവിത അവസാനം വരെ ഈ പറയുന്ന റൂൾസിന്റെ ആപ്ലിക്കബിലിറ്റി നിങ്ങൾക്ക് ആവശ്യകതയായിട്ട് വരും. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഓക്കെ, ആ പറയുന്ന ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിനോടൊപ്പം നമ്മൾ ഏതോ ട്രാൻസാക്ഷൻ എടുത്താലും ഒരു റിസീവിങ് ആസ്പെക്ട്, ഒരു ഗീവിങ് ആസ്പെക്ട് ഉണ്ട്. റിസീവിങ് ആസ്പെക്ടിനെ ഡെബിറ്റ് എന്നും ഗീവിങ് ആസ്പെക്ടിനെ ക്രെഡിറ്റ് എന്നും പറഞ്ഞ് നമ്മൾ പഠിക്കും. ഓക്കെ, അതാണ് ഡെബിറ്റിന് ക്രെഡിറ്റ് എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ വി വിൽ ലേൺ അബൌട്ട് ദ മോഡേൺ റൂൾ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഒരു മോഡേൺ റൂളുണ്ട്. അക്കൗണ്ടിങ്ങിന് സാധാരണയായിട്ട് ആകെ 5 എലമെന്റ്സേ ഉള്ളൂ. അക്കൗണ്ടിങ്ങിന് 5 എലമെന്റ്സ് ചേരുമ്പം അക്കൗണ്ടിങ് ആയി, അല്ലെങ്കിൽ 5 കമ്പോണൻസ് ചേരുമ്പോൾ അക്കൗണ്ടിങ് ആയി. മീൻസ് ഈ അക്കൗണ്ടിങ്ങിന്റെ 90% അല്ലെങ്കിൽ 100% കവറായി എന്ന് പറയാം. 5 എലമെന്റ്സ് വരണം. അക്കൗണ്ടിങ്ങിൽ ഉറപ്പായിട്ടും എസെൻഷ്യൽ ആയിട്ട് വരേണ്ട 5 എലമെന്റ്സ് ആണ്. ഒന്ന് അസറ്റ്, നമ്മളെ സ്വത്ത്. 2 ലയബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ ബാധ്യത, ഞാൻ ലോൺ എടുത്തെങ്കിൽ എന്റെ ബാധ്യത. 3 ഇൻകം, എനിക്ക് കിട്ടുന്ന വരുമാനം, ആ സ്ഥാപനത്തിൽ കിട്ടുന്ന വരുമാനം. 4 എക്സ്പെൻസ്, ആ സ്ഥാപനത്തിന് ചെലവ്. 5 ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മൂലധനം, പറഞ്ഞ ഓണർ കൊണ്ടുവരുന്ന പൈസ. ഓക്കെ, ഈ പറഞ്ഞ 5 എലമെന്റ് നമ്മള് അക്കൗണ്ടിങ്ങിൽ എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഓക്കെ, ഈ പറയുന്ന മോഡേൺ റൂൾ ഓഫ് അക്കൗണ്ടിങ്ങിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന 5 എലമെന്റ്സിനെ അപ്ലൈ ചെയ്യുന്ന രീതി മാറും. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 5 എലമെന്റ്സ് കൂടിയാൽ അല്ലെങ്കിൽ കുറഞ്ഞാൽ ഇന്നത് ചെയ്യണം എന്ന് പറയും. കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൂടിയ ക്രെഡിറ്റ് ചെയ്യണം, കുറഞ്ഞ ക്രെഡിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പൊ സിലബസ് ഇങ്ങനെ റിവൈസ് ചെയ്യുന്ന സമയം നമ്മൾ ഇങ്ങനെ കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പോൾ തോന്നാം, എന്താണ് ഭയങ്കര പാടാണ് അക്കൗണ്ടിങ്. ഒരിക്കലും അല്ല. ശ്രദ്ധയോടെ ക്ലാസ്സിലൊന്ന് ഇരുന്ന് നോക്കിയാൽ അക്കൗണ്ടിങ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വിഷയമേ അല്ല. ബട്ട് എവിടെയെങ്കിലും ശ്രദ്ധയൊന്ന് പോയാൽ ഇതിനപ്പുറം ബുദ്ധിമുട്ടേറിയ ഒരു വിഷയം വേറെ ഇല്ല. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ലോജിക് കൊണ്ടുള്ള കളിയാണ് ഇതൊക്കെ. എന്ന് പറഞ്ഞാൽ കുറെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഇപ്പോൾ ഈ പറഞ്ഞ ഞാനാണ് പഠിപ്പിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നൊരു എക്സാമ്പിളിന്റെ ലോജിക്ക് ഇതാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. മീൻസ് നിങ്ങൾ എന്റെ കൂടെ സഞ്ചരിക്കണം. ഓക്കെ, നല്ല രസമുള്ള സബ്ജക്റ്റാണ് അക്കൗണ്ടിങ്. കാരണം നമ്മൾ ഈ പറഞ്ഞ അക്കൗണ്ടിങ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു സ്ഥാപനത്തിന്റെ കണക്ക് എഴുതുന്ന ആളാണ്, കണക്ക് പിള്ളയായിട്ടിരുന്നിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. വിൽ ബി ആൻ അക്കൗണ്ടന്റ്. നമ്മൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. ഒരു അക്കൗണ്ടന്റ് പെർസ്പെക്റ്റീവിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തുടങ്ങുമ്പോൾ കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ റൂളും കാര്യങ്ങളും ഈ പറഞ്ഞ 5 എലമെന്റിനെ പറ്റി പഠിച്ച് നമ്മളെ മോഡേൺ റൂൾ ഓഫ് അക്കൗണ്ടിങ് പഠിച്ചാൽ നമ്മൾ പിന്നെ പഠിക്കേണ്ടത് ജേണലാണ് പഠിക്കേണ്ടത്. എന്താണ് ജേണൽ? ട്രാൻസാക്ഷൻസിനെ ജേണലൈസ് ചെയ്യണം, വിച്ച് ഈസ് ദ ബേസിക് വൺ ഇൻ അക്കൗണ്ടിങ്. എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് എവിടെ തുടങ്ങുന്നെന്ന് വെച്ചാൽ ആൾക്കാർ പറയും, അല്ലെങ്കിൽ എല്ലാവരും പറയും, അല്ലെങ്കിൽ അക്കൗണ്ടിങ് അറിയുന്ന ആൾക്കാർ കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയും, സർ, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ.
ഒരു ട്രാൻസാക്ഷൻ നടന്ന് അത് റെക്കോർഡ് ചെയ്യുന്ന തൊട്ട് എന്ത് തുടങ്ങുന്നു? അക്കൗണ്ടിങ് തുടങ്ങുന്നു. അപ്പം അപ്പം ആ ചോദിച്ച ആൾ ഒന്നുകൂടെ പറയും, കുറച്ചൊരു ക്ലിയർ ആയിട്ടൊന്ന് പറയും, എപ്പോഴും തൊട്ടായിരിക്കും തുടങ്ങുന്നത്? അപ്പൊ അക്കൗണ്ടൻസി പഠിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളവർ പറയും, അപ്പോഴല്ല ശരിക്കും തുടങ്ങുന്നത്. ശരിക്കും അക്കൗണ്ടിങ് തുടങ്ങുന്ന പറഞ്ഞാൽ ജേണലൈസ് ചെയ്യുന്ന തൊട്ടാണ് അക്കൗണ്ടിങ് തുടങ്ങുന്നത്. ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിനെ ജേണലൈസ് ചെയ്യുന്ന സമയത്താണ് എന്ത് തുടങ്ങുന്നത്? അക്കൗണ്ടിങ് തുടങ്ങുന്നത്. ജേണലൈസിങ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നാളെ ഒരു ജേണലൈസിങ് ഈ എൻട്രീസ് ജേണലൈസ് ചെയ്യാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് ജേണലൈസ് ചെയ്ത ഒരു സ്ഥാപനത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തുള്ള ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ട്സ് നടക്കത്തില്ല. കാരണം നമ്മളെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഒരു ഏരിയയുണ്ട്, ഡബിൾ എൻട്രി സിസ്റ്റം ബുക്ക് കീപ്പിംഗിലാണ് നമ്മളെ സ്ഥാപനം, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ സ്ഥാപനവും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും, ഇപ്പം ബില്യണർ ഏത് സ്ഥാപനമായാലും ഡബിൾ എൻട്രി സിസ്റ്റം ബുക്ക് കീപ്പിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം ബുക്ക് കീപ്പിംഗ് ഒന്നുമില്ല. ഒരു ട്രാൻസാക്ഷൻ എടുത്താൽ ആ ട്രാൻസാക്ഷൻ രണ്ട് ആസ്പെക്ട് ആണ്. ഒരു റിസീവിങ് ആസ്പെക്റ്റിംഗ് ആണ്, ഒരു ഗീവിങ് ആസ്പെക്റ്റിംഗ് ആണ്. റിസീവിങ് ആസിന്റെ ഡെബിറ്റ് എന്നും ഗീവിങ് ആസിന്റെ ക്രെഡിറ്റ് എന്നും പറയും. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡബിൾ എൻട്രി സിസ്റ്റം ബുക്ക് കീപ്പിംഗ് അങ്ങനെ വേണം അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ഡബിൾ എൻട്രി സിസ്റ്റം ബുക്ക് കീപ്പിംഗ് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസാക്ഷൻ ജേർണലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസാക്ഷൻസ് ജേർണലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ട്രാൻസാക്ഷൻസ് ജേർണലൈസ് ചെയ്താൽ മാത്രമേ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രോപ്പർ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ പറ്റുള്ള സ്ഥാപനത്തിന്. ജേർണലൈസ് ചെയ്തില്ലെങ്കിൽ പറ്റില്ല. ഓക്കെ, ഞാൻ ജേർണലൈസിങ് ഓഫ് ട്രാൻസാക്ഷനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഓരോന്നും കുറച്ച് നമുക്ക് പഠിച്ച് കൂട്ടി വയ്ക്കാം. ഓക്കെ ഓക്കെ, ഇത് ഇത്രയുമാണ് ഈ പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് നമ്മൾ കുറച്ചൊരു അഡ്വാൻസ് ലെവലിലേക്ക് കയറും. സാറ് കഴിഞ്ഞ ചാപ്റ്റർ നമുക്ക് പറഞ്ഞു പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നത്? സാർ നമുക്ക് പറഞ്ഞു തന്നു, ട്രാൻസാക്ഷൻസ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു തന്നു. ആ പറഞ്ഞ ട്രാൻസാക്ഷന്റെ റിസീവിങ് ആസ്പെക്ട് ഗീവിങ് ആസ്പെക്ട് ഇതാണെന്ന് സാർ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു തന്നു. ആ പറയുന്ന റിസീവിങ് ആസ്പെക്ട് ഗീവിങ് ആസ്പെക്ട് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻസിനെ ജേർണലൈസ് ചെയ്യാൻ സാർ പറഞ്ഞു തന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് സാറ് പറയുന്നു, എൻട്രീസ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം മക്കളെ. എൻട്രീസ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. എങ്ങനെ സാർ എൻട്രീസ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു? പറഞ്ഞുതരാം. ഇപ്പൊ പറയുന്നില്ല, പറഞ്ഞുതരാം. ക്ലാസ്സസ് തുടങ്ങും, പറഞ്ഞുതരാം. എന്തിനാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്? ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോ ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു കടയിൽ പോയി ഒരു സാധനം മേടിച്ചു, കുറച്ച് സാധനം മേടിച്ചു. ഐ ഹാവ് പർച്ചേസ് സംതിങ് ഫ്രം എ ഷോപ്പ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് പർച്ചേസ്ഡ് 10 കിലോ ഓഫ് റൈസ് ഫ്രം എ ഷോപ്പ്. ഓക്കെ, ഞാൻ 10 കിലോ ഒരു സാധനം മേടിച്ചു. അപ്പൊ ആ പറയുന്ന സ്ഥാപനത്തിന് അക്കൗണ്ടിന്റെ നിങ്ങൾ എഴുതി വെക്കും എന്താണ്? ഓക്കെ, ഞാൻ 10 കിലോ അരി വിറ്റു. ഞാനെന്ന് പറയുന്ന സ്ഥാപനം 10 കിലോ അരി വിറ്റു. അപ്പൊ നിങ്ങൾ അവിടെ 10 കിലോ അരി വിറ്റപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് നോക്കാം. നിങ്ങൾക്ക് എന്ത് കിട്ടൂടെ? നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും, പൈസ കിട്ടും. പൈസ കിട്ടിയെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ എന്ത് നടന്നു? കച്ചവടം നടന്നു, സെയിൽസ് നടന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കൂടി? നിങ്ങളെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടുകയും ചെയ്തു. നിങ്ങൾക്കൊരു വരുമാനവും കിട്ടി. അപ്പൊ അങ്ങനെ ക്യാഷും കൂടി ഒരു വരുമാനം കിട്ടുമ്പോൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളെ രണ്ട് അക്കൗണ്ടിലേക്കായിട്ട് നമ്മൾ കാണിക്കണം. മീൻസ് വി ഹാവ് ടു സമ്മറൈസ്. നമ്മൾ ജേർണലൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറെ എൻട്രി ഇട്ട് താഴെ എഴുതി വെക്കും. അപ്പൊ പെട്ടെന്ന് ഒരാളൊന്ന് എടുത്ത് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പൊ അയാൾക്ക് മാത്രം മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ല, ഈ പറയുന്ന അക്കൗണ്ട്സ് പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെല്ലാത്തിനും ക്രോഡീകരിക്കും, എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ക്യാഷിനെല്ലാം കൂടെ ഒരു പെട്ടിക്കകത്ത്, സെയിൽസ് എല്ലാം കൂടെ ഒരു പെട്ടിക്കകത്ത്, ഇനി ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻ എല്ലാം ഒരു പെട്ടിക്കകത്ത് ഇട്ട് വെക്കും. ആ ഒരു ടി ഷേപ്പ് കോളത്തിനകത്ത് ഇട്ട് വെക്കും.
അതിനെയാണ് ലെഡ്ജർ എന്ന പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ. ലെഡ്ജർ 3 തരത്തിലുണ്ട്. നമ്മളെ 3 ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ഇല്ലേ, അത് പ്രകാരം 3 ലെഡ്ജേഴ്സ് ഉണ്ട്. റിയൽ, പേഴ്സണൽ, നോമിനൽ. 3 ലെഡ്ജേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഈ പറയുന്ന ലെഡ്ജേഴ്സ് പഠിക്കുന്നതിനൊപ്പം തന്നെ ലെഡ്ജേഴ്സിന്റെ അഡ്വാൻസ്ഡ് വെർഷനായ സ്പെഷ്യൽ ജേണൽസ് എന്താണെന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, പറയണ്ട. സ്പെഷ്യൽ ജേണൽസ് നമുക്ക് പഠിക്കാം. സ്പെഷ്യൽ ജേണൽസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടി ഷേപ്പുള്ള കുറച്ച് കോളം ഉള്ള കുറച്ച് അക്കൗണ്ട്സ് ആണ്. ഓക്കെ. ക്യാഷിന്റെ അക്കൗണ്ട് കാണാം, ഈ പറയുന്ന സെയിൽസിന്റെ അക്കൗണ്ട് ആണ്, പർച്ചേസിന്റെ അക്കൗണ്ട് ആണ്, കുറച്ച് പഠിക്കാനുണ്ട്. അതിനെ പറ്റിയൊന്നും പറയുന്നില്ല, കാരണം പറഞ്ഞ് വെറുപ്പിക്കുന്ന ശരിയല്ല. ഞാൻ സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ പറയുന്ന മൈക്കോമോസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യും, ഞാൻ സെറ്റാക്കി തരാം. +1 അക്കൗണ്ടിങ് ഞാൻ സെറ്റാക്കി തരാം, ഞാൻ 100% ഉറപ്പ് പറയുന്നു. +1 അക്കൗണ്ടിങ്ങിൽ ഈ പറയുന്ന നമ്മൾ റെക്കോർഡിംഗ് ക്ലാസ് 2 ആണ് എത്തിയത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 2 എന്ന് പറയുന്ന ചാപ്റ്റർ വരെ നിങ്ങൾ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങൾക്ക് 90% എബോവ് മാർക്ക് ലഭിക്കും, കിട്ടും. ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് പറ. ഓക്കെ. കാരണം നിങ്ങൾ എന്നോടൊന്ന് പറയണം. നിങ്ങൾ എന്റെ ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ പറയണം, സാർ മനസ്സിലായില്ല, ഈ ഏരിയ ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ പിന്നെയും പറഞ്ഞു തരും. ഓക്കെ. ഇത്രയും മതി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2. ഞാൻ കൂടുതൽ കുഴപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം നമ്മൾ ഇതെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് കീറി മുറിച്ച് നമ്മൾ പഠിക്കും. ഇത് നമ്മൾ 90% എബോവ് മാർക്ക് നമ്മൾ മേടിക്കുകയും ചെയ്യും. അതിന്റെ ഗ്യാരണ്ടീഡ് മാർക്കാണ് 90 എബോവ്. ഓക്കെ. ഇനിയാണ് ഒരു ചാപ്റ്റർ വരുന്നത്, ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ പറഞ്ഞ ചാപ്റ്ററിന് നമ്മൾ നേരത്തെ പറഞ്ഞ ചാപ്റ്ററായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇനി വരുന്ന ചാപ്റ്ററായിട്ട് യാതൊരു ബന്ധവുമില്ല. ദിസ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് എഫക്റ്റീവ് ചാപ്റ്റർ. ഓക്കെ. ഇതൊരു മോൺസ്റ്റർ ചാപ്റ്റർ ആണ്. ഈ സാധനം മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ കട്ട മോൺസ്റ്റർ ചാപ്റ്റർ ആണത്. കാരണം നമ്മളെ +1 ഏറ്റവും കൂടുതൽ ഷോ പറഞ്ഞ ചാപ്റ്റർ ആണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അവന് ആ BRS എന്ന് കേൾക്കുമ്പോൾ തന്നെ അവനൊരു തലക്കനുണ്ട്. ഓക്കെ. ആ തലക്കന്നൊരു ചാപ്റ്റർ ആണ് ഈ പറഞ്ഞ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. എന്താണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്? ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് is a statement to be prepared by each individuals who are keeping proper books of accounts എന്നാണ് പറയുന്നത്. എന്തിനാണ് സാർ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് എല്ലാ ഈ പറയുന്ന കച്ചവടക്കാർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് കാണും. അവർക്ക് എന്തും കാണും, ഒരു ക്യാഷ് ബുക്കും കാണും. കടയിൽ അവർക്ക് എഴുതാൻ വേണ്ടി ഒരു ക്യാഷ് ബുക്ക് കാണും. അവരെ ഈ വരുന്ന വരവും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി ക്യാഷ് ബുക്ക് കാണും. ബാങ്കിൽ ഒരു ബുക്കും കാണും. അപ്പൊ ബാങ്കിൽ പൈസ വന്നാൽ അവരോട് റെക്കോർഡ് ചെയ്യും. അവരറിയും, അവരെന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ബാങ്കുകാരല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യും. നമ്മളൊരു കടയിൽ പോയി നമ്മളൊരു സാധനം മേടിച്ചു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കടയിൽ പോയി ഒരു സാധനം മേടിച്ചു, അല്ലെങ്കിൽ ഞാൻ കടയിൽ പോയി ഒരു സാധനം മേടിച്ചു. ഞാൻ UPI പേയ്മെന്റ് നടത്തി, 100 രൂപയുടെ UPI പേയ്മെന്റ് നടത്തി. നമ്മൾ കടയിൽ പോകുമ്പോൾ എപ്പോഴും നോക്കിയാൽ മതി, നമ്മളെ UPI പേയ്മെന്റ് നടത്തുമ്പോൾ അവർ കൃത്യമായിട്ട് അത് എഴുതി വെക്കും. UPI പേയ്മെന്റ്സ് 100 രൂപ അല്ലെങ്കിൽ 150 രൂപ വരെ കൃത്യമായിട്ട് എഴുതി വെക്കും. എന്തിനാണ് അവർ 100 രൂപ 150 രൂപ എഴുതി വെക്കുന്നത്? അപ്പൊ നമ്മൾ വിചാരിക്കും, നീ എവരെന്തിനാ എഴുതി വെക്കുന്നത്? ഒരു ബാങ്ക് അക്കൗണ്ട് വരുന്ന പൈസയല്ലേ, പിന്നെ എന്തിനാണ് അവർ എഴുതി വെക്കുന്നത്? ഓക്കെ. ഇവര് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്തിനറിയാവോ? ഇവര് ഒരു ദിവസത്തെ കച്ചവടം, ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ മൊത്തം UPI പേയ്മെന്റ്സ് ലഭിച്ചെന്ന് പറഞ്ഞാൽ 1000 രൂപയാണെന്ന് വിചാരിച്ചു. 1000 രൂപയായിരിക്കും കിട്ടിയത്. അവര് ക്യാഷ് ബുക്കിൽ 1000 രൂപ സ്ഥാപനത്തിന് എഴുതി വെച്ചു. പക്ഷേ ബാങ്കില് അത്രയും രൂപ വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹത്തിന്റെ മൊബൈൽ വഴി എടുത്തിട്ട് ഈ പറഞ്ഞ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കി വിചാരിച്ചു, അല്ലെങ്കിൽ പുള്ളി ഒരു പാസ്ബുക്ക് കൂടെ നോക്കി വിചാരിച്ചു. പുള്ളി നോക്കിയപ്പോൾ ഈ പറയുന്ന ഡേറ്റ്, അല്ലെങ്കിൽ 25 ജൂൺ എന്ന് പറഞ്ഞ ഡേറ്റില് പുള്ളിക്ക് 1000 രൂപ കിട്ടിയിട്ടില്ല. പക്ഷെ പുള്ളി ക്യാഷ് ബുക്കിൽ 1000 രൂപ കിട്ടിയെന്ന് പറഞ്ഞ് എഴുതി വെച്ചു.
പക്ഷെ 1000 രൂപ കിട്ടിയില്ല, 900 രൂപ കിട്ടുള്ളൂ. UPI ചെയ്യാന്ന് പറഞ്ഞ ആരോ ചെയ്തിട്ടില്ല, പറ്റിച്ച്. ഓക്കെ ഓക്കെ. അപ്പോ ഇങ്ങനെ ഇതിനെ റെക്കൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് സിംപിളി പറഞ്ഞാൽ എന്റെ ക്യാഷ് ബുക്കും എന്റെ പാസ്ബുക്കും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ഞാൻ കണ്ടുപിടിക്കണമെങ്കിൽ ഐ ഹാവ് ടു റെക്കൺസിൽ ഇറ്റ്. ചിലപ്പോൾ ഈ പറയുന്ന 100 രൂപ ചിലപ്പോൾ അയച്ചു കാണും, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ മൂലം പിറ്റേ ദിവസം വരെയും വരുന്നത്. അപ്പൊ അവിടെ ഒരു ഡിസ്പാരിറ്റി കാണിക്കും, ഒരു 100 രൂപയുടെ വ്യത്യാസം കാണിക്കും. ആ പറഞ്ഞ 100 രൂപ വ്യത്യാസം ഇന്നത് മൂലമാണ് വ്യത്യാസം എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് അതിനെ അതിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ വേണം. നമുക്ക് എപ്പോഴും ഒരു ബേസ് കാണണം എല്ലാത്തിനും. പാസ്ബുക്കിനോ ബാങ്ക് ബുക്കോ നമുക്ക് എപ്പോഴും ഒരു ബേസ് ആയിരിക്കും. എന്ത് കാര്യം ചെയ്താലും വി നീഡ് എ ബേസ്. ആ ബേസിൽ നിന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും ഉത്തരം കിട്ടുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ബാങ്ക് റെക്കൺസിലേഷൻ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അതാണ് BRSന്റെ ഒരു ഐഡിയ. അതാണ്. ഇനി BRS എന്തിനാണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, there will be disparities between cash book and passbook. We have to resolve it. So we are doing what? Bank reconciliation. ഇത് തന്നെയാണ് need for bank reconciliation. Okay. Then meaning of bank reconciliation എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, അതാണ്. Then ബാങ്ക് റെക്കൺസിലേഷൻ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു, 100 രൂപയുടെ വ്യത്യാസമുണ്ട്. ഒരാൾ UPI പേയ്മെന്റ് ചെയ്യാൻ വിട്ടുപോയി, അതൊരു വ്യത്യാസം. ഇത് കണക്ക് പല വ്യത്യാസങ്ങൾ വരാം. ബാങ്ക് ചാർജസ് പിടിക്കും, 23 രൂപ, 25 രൂപ, 100 രൂപ, 150 രൂപ എന്നൊക്കെ പറഞ്ഞു. അവര് പിടിക്കുന്ന പൈസ ഈ ഇവിടെ ഇരിക്കുന്ന ആളറിയും. ആരാണ്? ഈ പറഞ്ഞ ക്യാഷ് ബുക്കും വെച്ചോണ്ടിരിക്കുന്ന കടയിലിരിക്കുന്ന മനുഷ്യ അറിയും? കച്ചവടം നടക്കുന്ന ഡെയിലി ബാങ്കിൽ കിടക്കുന്ന പൈസ പിടിക്കുന്ന പൈസ ഇല്ല. there will be a disparity. ആ ഡിസ്പാരിറ്റി ഇയാള് റിസോൾവ് ചെയ്യണം. അതിനുവേണ്ടി ഇയാൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത് വരും? ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് നോക്കാം. അടുത്ത ചാപ്റ്റർ ഇതൊരു മോൺസ്റ്റർ ചാപ്റ്റർ ഒന്നും അല്ലായിരുന്നു, ബട്ട് ഈ ചാപ്റ്ററിന് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആണത്. ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ട്രയൽ ബാലൻസ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിച്ച് അടുത്തും തുടങ്ങാം. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ലെഡ്ജറിനകത്ത് ജേണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്തു. ലെഡ്ജറിനകത്ത് ജേണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്താൽ നമ്മൾ അടുത്ത പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സാധനമാണ് ട്രയൽ ബാലൻസ്. വെദർ ഐ ഹാവ് സമ്മറൈസ്ഡ് അല്ലെങ്കിൽ ഐ ഹാവ് റെക്കോർഡഡ് ഓർ സമ്മറൈസ്ഡ് ദ ട്രാൻസാക്ഷൻസ് കറക്റ്റ്ലി ഓർ നോട്ട് എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു അർത്ഥമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ട്രയൽ ബാലൻസ് എന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആയിട്ട് ഒരാൾ ഇരിക്കുന്നു. ചിലപ്പോൾ അദ്ദേഹം അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരാളായിരിക്കണമെന്നില്ല. പുള്ളിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയെന്ന് വരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഞാൻ ഒരു കടയിൽ ഒരു സാധനം വിറ്റു, 10 കിലോ അരി വിറ്റു. 10 കിലോ അരി വിറ്റെങ്കിൽ 2 അക്കൗണ്ടിലാണ് അതിന്റെ എഫക്ട് വരുന്നത്. ഒന്ന് ക്യാഷ് അക്കൗണ്ടിൽ എഫക്ട് വരും, 2 സെയിൽസ് അക്കൗണ്ടിൽ എഫക്ട് വരും. നമുക്കൊരു അസറ്റ് കിട്ടുകയും ചെയ്തു, ക്യാഷ് കൂടുകയും ചെയ്തു, ഈ പറയുന്ന സെയിൽസ് സംഭവിക്കുകയും ചെയ്തു, ഒരു ഇൻകം കൂടി സെയിൽസ് കൂടുകയും ചെയ്തു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എൻട്രി വരും, ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രി വരും. ക്യാഷ് അക്കൗണ്ടിലെ സെയിൽസ് അക്കൗണ്ട് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യും. പക്ഷേ ഈ സെയിൽസ് എന്താണെന്ന് ഞാൻ നേരത്തെ ടേംസിൽ പറഞ്ഞില്ല. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വിൽക്കുന്ന സാധനത്തിന് നമ്മൾ സെയിൽസ് എന്ന് പറയും. നമ്മുടെ സ്ഥാപനത്തിൽ മേടിച്ചു വെച്ചിരിക്കുന്ന ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കാൻ വേണ്ടി മേടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. ഒരു പലചരക്ക് കടയിലാകുമ്പോൾ എന്താണ് ഈ പറയുന്ന അരി, പഞ്ചസാര, ഗോതമ്പ് സാധനങ്ങളൊക്കെ, അത് വിൽക്കുമ്പോൾ സെയിൽസ് എന്ന പേരിലായിരിക്കും കാണിക്കുന്നത്. മേടിക്കുന്ന സമയത്ത് പർച്ചേസ് എന്ന പേരിലായിരിക്കും നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഞാൻ പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സ്ട്രൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സെയിൽസ് എന്ന് പറയുന്ന അക്കൗണ്ടിന് പകരം ആ പറയുന്ന വ്യക്തി പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ടാണ് എടുത്തെന്നിരിക്കട്ടെ. പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ടാണ് കാണിച്ചത്. അപ്പോൾ എന്ത് സംഭവിക്കും? മൊത്തത്തിൽ തെറ്റി.
ലെഡ്ജർ കാണിക്കുമ്പോൾ തെറ്റി, ലെഡ്ജറിന് ട്രയൽ ബാലൻസ് കാണിക്കുമ്പോഴും തെറ്റി. തെറ്റുമ്പോൾ അവിടെ കുറെ തെറ്റുകൾ സംഭവിക്കും. പല രീതിയിലുള്ള തെറ്റുകളുണ്ട്. കോമ്പൻസേറ്റിംഗ് എറർ, എറർ ഓഫ് പ്രിൻസിപ്പിൾ, അങ്ങനെ കുറച്ച് എറേഴ്സ് ഒക്കെ ഉണ്ട് പഠിക്കാൻ. ആ പറയുന്ന എറേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്യണം. തെറ്റ് വന്നാൽ തിരുത്തണം. അക്കൗണ്ട്സിൽ അതാണ്, തെറ്റ് വന്നാൽ തിരുത്തണം. തിരുത്താനുള്ള വഴിയും അക്കൗണ്ട്സ് തന്നെ ഉണ്ട്. അതെങ്ങനെയാണ് തിരുത്തുന്നത്? അതാണ് റെക്ടിഫിക്കേഷൻ ഓഫ് എൻട്രീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, കൂടുതൽ പറഞ്ഞ് ചളവാക്കണ്ട, ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. കൃത്യമായിട്ട് എന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്താൽ എന്തൊക്കെയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളെ സെറ്റാക്കി ഞാൻ വിടും എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ. +1 അക്കൗണ്ടൻസി നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ദെൻ മുമ്പത്തെ ചാപ്റ്ററുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അടുത്ത ചാപ്റ്റർ, ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്. നമ്മളെ സ്ഥാപനത്തിലെ ഒരു ഒരു അസറ്റ് മേടിച്ചു. അസറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, സ്വത്താണ്, സ്വത്ത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഫർണിച്ചർ മേടിച്ചു, ഇന്ന് മേടിച്ചു. 25 ജൂൺ 2024 ഞാൻ അസറ്റ് മേടിച്ചു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഞാൻ ഈ പറഞ്ഞ അസറ്റ് ഇന്ന് മേടിച്ചു, 3 വർഷത്തിന് ശേഷം, ഞാൻ ഇന്ന് 1 ലക്ഷം രൂപയ്ക്കാണ് ഈ ഫർണിച്ചർ മേടിച്ചത്. 3 വർഷത്തിന് ശേഷം ഈ പറയുന്ന ഫർണിച്ചറിന്റെ വില 1 ലക്ഷം രൂപ തന്നെ ആയിരിക്കുമോ? 1 ലക്ഷം രൂപയ്ക്ക് തന്നെ ആയിരിക്കുമോ? അല്ല സാർ, ഫർണിച്ചറിന്റെ വില കുറയും. അതെങ്ങനെയാ മനസ്സിലായ ഫർണിച്ചറിന്റെ വില കുറയുന്നു? എങ്ങനെ മനസ്സിലായത്? സാർ, നാട്ടു നടപ്പൊക്കെ അങ്ങനെയാണ്. അങ്ങനെയൊന്നും അല്ല. The reason is depreciation. Then what do you mean by depreciation? The loss in the value of assets can be termed as what? Depreciation. അസറ്റിന്റെ വാല്യൂയിൽ ഇടിവ് സംഭവിക്കാൻ കാരണക്കാരൻ ആരോ, അയാളെ ഡിപ്രിസിയേഷൻ എന്ന് പേരിട്ട് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ മേടിച്ചൊരു ഫർണിച്ചർ, അതിങ്ങനെ യൂസ് ചെയ്ത് വരുന്ന ആൾക്കാരൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ അങ്ങോട്ടും നിരക്കി ഇങ്ങോട്ടും നിരക്കി, അതിന് തേയ്മാനമൊക്കെ വന്ന് അതിന്റെ സൈഡൊക്കെ പൊളിഞ്ഞ് എല്ലാം നശിച്ചൊക്കെ പോകും. ഇല്ലേ? പോവില്ലേ? അപ്പൊ അങ്ങനെ പോകുമ്പോ നമ്മൾ ആ സാധനത്തിനുള്ള വാല്യൂ കുറഞ്ഞായിട്ട് വരും. പുത്തമുതിയ സാധനം കൊണ്ടിരിക്കത്തില്ല. ഉപയോഗിക്കുന്നതനുസരിച്ച് അതിന്റെ വില കുറഞ്ഞു വരും. അപ്പൊ അങ്ങനെ കുറഞ്ഞു വരുന്ന വില നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പേരിട്ട് വിളിക്കും. അതിന്റെ മീനിങ് എന്താണ്, ഡിപ്രിസിയേഷൻ കൊടുക്കുന്നതിന്റെ ആവശ്യകത എന്താണ് നമ്മൾ പഠിക്കും. ഡിപ്രിസിയേഷൻ നമ്മളെ സ്ഥാപനമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഡിപ്രിസിയേഷൻ നമുക്ക് നഷ്ടമാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു സ്വത്തിന്റെ വില കുറയുന്ന ഒരു സാധനം. ഇപ്പൊ നമ്മൾ രണ്ട് മൂന്നോ മെത്തേഡിലൊക്കെയാണ് ഡിപ്രിസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് കൃത്യമായിട്ട് പഠിക്കും. ഡിപ്രിസിയേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പഠിക്കും. ഓക്കെ, അതിന്റെ അകത്തോട്ട് ഞാൻ കയറുന്നാൽ ഡിപ്രിസിയേഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി തിരിച്ച് പറഞ്ഞു തരണം ക്ലാസ് തുടങ്ങുന്ന സമയത്ത്. ദെൻ പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്. ഈ ഏരിയയെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. നമ്മളെ സ്ഥാപനത്തില് ഭാവിയിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പൈസ മാറ്റി വെക്കും. നമ്മളെ സ്ഥാപനത്തിൽ ഭാവിയിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ എന്താണ് ഒരു ബിൽഡിംഗ് മേടിക്കണം. അതുകൊണ്ട് ഞാൻ പ്രോഫിറ്റ് ചെയ്യുന്നു. എന്റെ സ്ഥാപനം, ഞാൻ പറയുന്നു, ഞാനാണ് സ്ഥാപനത്തിന്റെ മെയിൻ ആള്. ഞാൻ പറയുന്നു, പ്രോഫിറ്റ് ചെയ്യുന്ന എല്ലാ വർഷവും ഒരു 50,000 വെച്ച് മാറ്റി നമുക്കൊരു ബിൽഡിംഗ് മേടിക്കണം, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് മിഷനറി മേടിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഈ പറയുന്ന പ്രൊവിഷൻസ് റിസർവ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും ചെറിയൊരു വ്യത്യാസമുണ്ട് പ്രൊവിഷൻ റിസർവുമായിട്ട് ബന്ധപ്പെട്ട്. അത് നമുക്ക് ചാപ്റ്റർ പഠിക്കുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, ഇനിയാണ് മോനെ, ഇതാണ് ചാപ്റ്റർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈ പറയുന്ന ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ വണ്ടി നിർത്തിയെടുത്തുനിന്ന് ഒന്നുകൂടെ തുടങ്ങണം. എവിടെ എന്ന് പറഞ്ഞാൽ ലെഡ്ജർ, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഞാൻ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ ഞാൻ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, കോളം വരച്ച് ടി ഷേപ്പ് അക്കൗണ്ട് വരച്ച് എഴുതിയിട്ട് അതിനെങ്ങോട്ട് മാറ്റും? അടുത്ത ചാപ്റ്ററിൽ ട്രയൽ ബാലൻസ് എന്ന് ഞാൻ പറഞ്ഞു, ട്രയൽ ബാലൻസിലോട്ട് മാറ്റും. ആ പറയുന്ന ട്രയൽ ബാലൻസ് എവിടെയാണ് നിർത്തിയത്? അവിടെ നിന്നാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങുന്നത്. വിച്ച് മീൻസ് നമ്മളെ സ്ഥാപനത്തിന്റെ ഒരു വർഷത്തെ
കണക്കുകൾ സമ്മറൈസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ദ സമ്മറൈസ്ഡ് ദ സമ്മറൈസ്ഡ് ആ പറഞ്ഞ സമ്മറൈസ്ഡ് കോപ്പി, അല്ലെങ്കിൽ എന്താണ് സമ്മറൈസ്ഡ് റിട്ടേൺ, അല്ലെങ്കിൽ സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് ഷോയിങ് all the transactions of the concern for the year, means for the financial year, ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെ, can be termed as what? Financial statements. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ആരെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോൾ ട്രേഡറിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് പ്ലസ് 1 മുഴുവനും. പ്ലസ് 2 നമ്മൾ പാർട്ണർഷിപ്പിന്റെ പഠിക്കും. പ്ലസ് 2 നമ്മൾ പാർട്ണർഷിപ്പിന്റെ പഠിക്കും. ഡിഗ്രി ലെവലിൽ പോകുമ്പോൾ കമ്പനി അക്കൗണ്ട്സ് നമ്മൾ പഠിക്കും. ഓക്കെ, സി എക്ക് ഒക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ കമ്പനി അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ പഠിക്കും. പ്ലസ് 1 ബിസിനസ് സ്റ്റഡീസിൽ നാച്ചർ ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ ഓർഗനൈസേഷൻ ഉണ്ട്. വി ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് വാട്ട്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നമ്മൾ തുടങ്ങി, പാർട്ണർഷിപ്പ് നമ്മൾ പഠിച്ചു, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പഠിച്ചു, കോർപ്പറേറ്റ് സൊസൈറ്റി നമ്മൾ പഠിച്ചു, ഇല്ലേ? പഠിച്ചു. അപ്പൊ അതിനകത്ത് ഒന്നാമത്തത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്, സോൾ ട്രേഡർ. അപ്പം അയാൾ അക്കൗണ്ട്സ് എങ്ങനെയാണ്, അയാൾ അക്കൗണ്ട് സമ്മറൈസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 1 എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കും. ഞാൻ പറഞ്ഞു സമ്മറൈസ് ചെയ്യണം സാർ എന്ന് പറഞ്ഞു. എന്തിനകത്ത് സമ്മറൈസ് ചെയ്യും സാർ? ഇതിനകത്താണ് സമ്മറൈസ് ചെയ്തത്. ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ 3 എണ്ണത്തിലോട്ടും ഈ പറയും നമ്മൾ നേരത്തെ ലെഡ്ജർ കൊണ്ട് ട്രയൽ ബാലൻസ് കൊണ്ടുവന്നായിട്ട് നമ്മളിങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അവിടെ പോന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. ഓക്കെ, അതാണ് ഏത് പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. കൂടുതൽ പറഞ്ഞിതാക്കുന്നില്ല, കാരണം ശരിക്കുള്ള പൂരം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ പറയുന്ന പ്ലസ് 1 അക്കൗണ്ടിങ്. കാരണം ഞാൻ അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് അക്കൗണ്ടിങ് ടീച്ചറായിട്ട്, അക്കൗണ്ടൻസി ടീച്ചറായിട്ട് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്നെ പ്ലസ് 1 അക്കൗണ്ടൻസിക്ക് പഠിപ്പിച്ച ഒരു സാർ, പ്ലസ് 1 പ്ലസ് 2 അക്കൗണ്ടൻസിക്ക് ആ സാർ എന്നെ പഠിപ്പിച്ച ആ സാറ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഒരു ഇന്നർ ലെയേഴ്സ് ഉണ്ട് അക്കൗണ്ടൻസിയിൽ. ആരും ഒരു സ്കൂളിലൊന്നും പഠിപ്പിച്ച് തരാത്ത കുറച്ച് ഇന്നർ ലെയേഴ്സ് ഉണ്ട് അക്കൗണ്ടൻസിയിൽ. അതൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്നർ ലെയേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണെന്ന്. പക്ഷെ ആ ഒരു സാധനം വേറെ ആരും വേറെ ഒരു ക്ലാസ്സിലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറച്ച് ഇന്നർ ലെയേഴ്സ് ഉണ്ട് അക്കൗണ്ടിങ്ങിൽ. ആ ഇന്നർ ലെയേഴ്സും അത് കുറച്ച് കുറച്ച് എസൻസ് ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണത്. ഞാൻ ആ ഒരു സർപ്രൈസ് ഞാൻ പൊളിക്കുന്നില്ല. നമുക്ക് ചാപ്റ്ററിലോട്ട് പഠിക്കുമ്പോൾ നമുക്ക് സർപ്രൈസ് ഒക്കെ പൊളിക്കാം. ഓക്കെ, ദെൻ ഫൈനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ വേറൊരു കേൾക്കുന്ന വാക്കാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ വേറെ ഒന്നുമില്ലേ. ഞാൻ നേരത്തെ ഒരു 10 കിലോ അരിയിലൊരു കേസ് ചെയ്യാൻ പറഞ്ഞു. 10 കിലോ അരി വിറ്റു ആ പറഞ്ഞ സ്ഥാപനം. ആ പറയുന്ന 10 കിലോ അരി വാങ്ങിയൊരു വില കാണും ആ പറഞ്ഞ സ്ഥാപനത്തിന്. അതിനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്തിനാണ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഒരു സ്ഥാപനത്തിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് 31 മാർച്ചിൽ ആ പറഞ്ഞ സ്ഥാപനത്തിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയാനായിട്ടാണ്. അവസാനം എത്ര ക്ലോസിംഗ് സ്റ്റോക്ക് മീൻസ് അവസാനം പറഞ്ഞ സ്ഥാപനത്തിൽ എത്ര സാധനം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് COGS ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. COGS പറ്റി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 2 എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഞാൻ ഒറ്റ പോയിന്റ് എഴുതിയിട്ടുള്ളൂ. ആ ഒറ്റ പോയിന്റിലാണ് കാളി മൊത്തം ഇരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലസ് 1 അക്കൗണ്ടൻസിൽ there will be an essay question having I think having 8 or 10 marks. 8 or 10 മാർക്കിന് ഒരു essay question കാണും. And that essay question will be asked from this chapter, financial statements അല്ലെങ്കിൽ financial statements of a sole trader. ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ 3 എലമെന്റ് ആകുമ്പോൾ സാധനം റെഡി ആകാൻ സാർ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ അങ്ങ് ചെയ്ത് റെഡി ആയി പോയാൽ പിന്നെ അതിൽ എന്തൊരു ത്രില്ല്. We have to face certain contingencies. We have to face certain problems, and that problems will be termed as 14 adjustments. There are 14 adjustments in financial statements of a sole trader. ആ പറയുന്ന 14 അഡ്ജസ്റ്റ്മെന്റ്സും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം.
ആ പറയുന്ന 14 അഡ്ജസ്റ്റ്മെന്റ്സിനും ഒരു ജേണൽ എൻട്രി ഉണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് സാർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ പറയുന്ന എഫക്റ്റ് 14 അഡ്ജസ്റ്റ്മെന്റ്സ് കൊണ്ടുവന്നത്. ഓക്കെ, 14 അഡ്ജസ്റ്റ്മെന്റ്സ് കൃത്യമായിട്ട് എഴുതിയാലേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. 14 അഡ്ജസ്റ്റ്മെന്റ്സ് പരീക്ഷ ചോദിക്കൂല കേട്ടാ. സേ 4 or 5 അഡ്ജസ്റ്റ്മെന്റ്സ്, 4-5 അഡ്ജസ്റ്റ്മെന്റ്സ് പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. പക്ഷെ 14 അഡ്ജസ്റ്റ്മെന്റ്സ് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നുള്ള കാരണം, ദ റീസൺ ഈസ്, ഈ പറയുന്ന 14 അഡ്ജസ്റ്റ്മെന്റ്സ് +1 അക്കൗണ്ടൻസി ഉണ്ടോ +2 അക്കൗണ്ടൻസി ഉണ്ടോ തീർന്നല്ല. നാളെ നിങ്ങൾ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആയിട്ട് ഇരിക്കുമെങ്കിൽ അവിടെ ഇത് ഉപയോഗപ്പെടും. ചുരുക്കി പറഞ്ഞ ഇഫ് യു ലേൺ +1 അക്കൗണ്ടൻസി പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചാൽ +2 അക്കൗണ്ടൻസി യു വിൽ ബി എ ഗ്രേറ്റ് അക്കൗണ്ടന്റ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന +1 അക്കൗണ്ടൻസി മോശമായിട്ട് പഠിച്ച് +1 അക്കൗണ്ടൻസി നല്ല രീതിക്ക് നോക്കാതെ പഠിച്ച് ബികോമിന് പോയി, എംകോമിന് പോയി, MBAക്ക് പോയി, കുറെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ദേ ഹാവ് നോ ബേസ് നോളജ് അബൌട്ട് അക്കൗണ്ടിങ്. അവര് അക്കൗണ്ടിങ് അല്ലാതെ വേറെ ഏതോ ഫീൽഡിലേക്കാർ വർക്ക് ചെയ്യുന്നു. എനിക്ക് നേരിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. വൈ വി ആർ ലേണിംഗ് അക്കൗണ്ടിങ്. +1 അക്കൗണ്ടിങ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനുള്ള കാര്യം എന്താണ്? ഇതാണ് കാര്യം. ഓക്കെ, ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്റെ ഈ പറയുന്ന സിലബസ് ഇൻട്രൊഡക്ഷൻ ഞാൻ നിർത്തുകയാണ്. ഒരൊറ്റ കാര്യം, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് ചാപ്റ്റർ ഇതാണ് പഠിക്കുന്നത്. അപ്പൊ ഇത്രയും ചാപ്റ്റർ ആണ്. മുമ്പ് ഇതിനേക്കാളും കൂടുതൽ ചാപ്റ്റർ ഒക്കെ പഠിക്കാനായിട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സിംഗിൾ എൻട്രി സിസ്റ്റം കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. ഒഴിവാക്കി വിട്ടത് വേറെ ഒന്നും കൊണ്ടല്ല, ഇറെലവന്റ് ചാപ്റ്റേഴ്സ് എന്ന് ഞാൻ ഇപ്പോഴും ഞാൻ എടുത്ത് പറയും. വൈ? ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ എന്തിനാണ് +1 ഇട്ടേക്കുന്നത്? ആവശ്യമില്ല. ഞാൻ അന്ന് പഠിപ്പിച്ച പിള്ളേരോട് ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ പറഞ്ഞ ചാപ്റ്റർ? ഇറെലവന്റ് ചാപ്റ്റേഴ്സ് എന്ന് ഞാൻ ഇപ്പോഴും പറയുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഇറലവൻസ് ചാപ്റ്റേഴ്സ് എടുത്ത് കളഞ്ഞു. ഇതിന് റിലവൻസ് ഇല്ല. നിങ്ങൾ എന്തിനാണ് ആ ചാപ്റ്റർ പഠിക്കുന്നത്? നിങ്ങൾ പഠിക്കേണ്ടത് ബേസിക്സ് ആണ്. ആൻഡ് ദാറ്റ് ബേസിക്സ് വിൽ ഫോംസ് വാട്ട് +1 അക്കൗണ്ടൻസി. ഇപ്പോഴും എടുത്തു പറയുന്നു, +1 അക്കൗണ്ടൻസി പ്രോപ്പറായിട്ട് കൃത്യമായിട്ട്, ഇപ്പൊ ഞാനൊന്നും പറയുന്ന സാറാണ് ക്ലാസ് എടുക്കുന്നെങ്കിൽ എന്റെ ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചാൽ യു വിൽ സ്കോർ ഗുഡ് മാർക്സ്. +1 കൊണ്ട് തീരുന്നതല്ല +1 അക്കൗണ്ടൻസി, +2 കൊണ്ട് തീരുന്നതല്ല. നിങ്ങൾ ബികോം എടുത്താലും എംകോം എടുത്താലും MBA എടുത്താലും നിങ്ങൾ നാളെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ കോമേഴ്സ് എടുത്ത ഒരാള് അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട അയാൾ മുന്നോട്ട് പോകുള്ളൂ. നിങ്ങൾ എന്ത് കാണേണ്ടതായിട്ട് വരും? അക്കൗണ്ടിങ് ബേസിക്സ് നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. നാളെ ഇന്റർവ്യൂവിന് നിങ്ങൾ ചോദിക്കും. ഓക്കെ, കൂടെ ചേർത്ത് പിടിച്ചേക്കണം അക്കൗണ്ടൻസിയെ. ഓക്കെ, കാരണം ലക്ഷത്തിൽ ഒന്നേ കാണൂ എന്നെ പോലെ ഒരു ഐറ്റം. ഓക്കെ, എന്റെയൊക്കെ എന്താണ്, നമ്മളൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വലിയൊരു സാധനമാണ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ. കാരണം ഇവനെ നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. ഓക്കെ, എന്റെ ഡേ ടു ഡേ റൺ ചെയ്യുന്ന മൂലം ഈ പറഞ്ഞ അക്കൗണ്ടൻസി മൂലമാണ്. കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ള ഒരു ഇതാണ്. അപ്പൊ ഞാൻ എത്രത്തോളം ഇഷ്ടത്തോടെ ആയിരിക്കും അവരുടെ സബ്ജക്ട് ഞാൻ പഠിപ്പിക്കുന്നത്, എന്റെ ഹൃദയത്തിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന വിഷയത്തെ. എന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് നോക്ക്. നിങ്ങൾ എല്ലാവരും എന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾ പറയാം എന്റെ ക്ലാസ്സസ് കൊള്ളാവില്ലേ എന്ന്. ഓക്കെ, ഇത് ഇത്രയുമാണ് എന്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. +1 അക്കൗണ്ടൻസി സിലബസ് ഇൻട്രൊഡക്ഷനെ പറ്റി പറയാനായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മൾ ഉടനെ തന്നെ ക്ലാസ്സസ് തുടങ്ങുന്നതാണ് കേട്ടാ. അതെല്ലാം ഞാൻ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.